ഫ്രണ്ട്സ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അതായത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള മെസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ BCA BCom തുടങ്ങിയിട്ടുള്ള മറ്റു ഈ പറയുന്ന നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിലുള്ള ജനറൽ സ്ട്രീമിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും കാണുക, എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടതെന്ന് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ചാനലിലെ ഹോം പേജ് കയറി വീഡിയോ സെലക്ട് ചെയ്താൽ റീസെൻ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കൂടെ ഓരോ ഡേറ്റ് വൈസ് ആയിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് എന്നുള്ള സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർഡർ വൈസ് ആയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആണെങ്കിൽ അതൊക്കെ ഇതൊന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ വെക്കുക. ദെൻ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ആദ്യം തന്നെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് കാറ്റഗറീൻ്റെ ആണെങ്കിൽ നിങ്ങൾക്കൂടെ കാണാം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ്. അതിനെ ആ ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലേക്ക് ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ള വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് തുല്യമായിട്ടുള്ള അതിന് റെലവൻറ്റ് ബ്രാഞ്ചസ് എലിജിബിൾ ബ്രാഞ്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആ ഒരു ഡിസിപ്ലിനിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതെങ്കിൽ BE or BTech നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇൻഫർമേഷൻ ടെക്നോളജി IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ AI, ദെൻ ഡാറ്റ സയൻസ്, ദെൻ മെഷീൻ ലേണിംഗ്. പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു റെലവൻറ്റ് ബ്രാഞ്ചിൽ നിങ്ങൾ BE or BTech കഴിഞ്ഞവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡിസിപ്ലിനിലേക്ക് അപ്ലൈ ചെയ്യാം. സിവിലാണെങ്കിൽ അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രോയിൽ കാണിച്ചത്, കാരണം സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു ഇതൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞത്. ഇനി ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ബ്രാഞ്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസിപ്ലിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് റെലവൻറ്റ് ബ്രാഞ്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോ ഡിസിപ്ലിൻ്റെയും നേരെ അതത് മെക്കാനിക്കലാണെങ്കിൽ ഒരുപാട് റെലവൻറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. അതിലുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമ 3 year ഡ്യൂറേഷനുള്ള പോളിടെക്നിക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി ഈ പറയുന്ന BCA അതുപോലെ BCom കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള വേക്കൻസി ഞാൻ പറയാം. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം മെസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ ഫോർ ദ സെലക്ഷൻ ഓഫ് എൻഗേജ്മെൻറ്റ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് അതുപോലെ ഗ്രാജുവേറ്റ് ആൻഡ് ജനറൽ സ്ട്രീം ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്രൻറ്റീഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തോന്നുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിശ്ചിതമായിട്ടുള്ള ടൈം ഡ്യൂറേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലൊക്കെ നമ്മൾ അപ്രൻറ്റീഷിപ്പായിട്ട് കയറി കഴിഞ്ഞാൽ ഇതിലൊക്കെ ടെമ്പററി അടിസ്ഥാനത്തിലൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുകയും ഇവിടെ ഇപ്പോൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാക്കാനും അവിടെ നിങ്ങൾക്ക് എങ്ങനെ തുടരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇത്തരം വലിയ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഇത്തരം വലിയ സെക്ടറിലൊക്കെ നമുക്ക് ഫ്രീ എൻട്രിയാണ്. യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളോ മറ്റൊരു കോസ്റ്റും ഇല്ല. അപ്പം നമുക്ക് നല്ലൊരു അവസരമായിട്ട് നിങ്ങളത് മനസ്സിലാക്കാം. പിന്നെ അപ്രൻറ്റീഷിപ്പിൻ്റെ പ്രാധാന്യം ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം വീഡിയോയിൽ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. പലരും നമുക്ക് സ്റ്റൈപ്പൻഡ് കുറവാണ് എന്ന് പറയുന്നുണ്ട്, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും നല്ല ജോലിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എൻഗേജ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിറങ്ങിയ ഫ്രഷേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്രൻറ്റീഷിപ്പ് ചെയ്യുക. അതിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് ഒക്കെ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ നോട്ടിഫിക്കേഷൻ ഒരുപാട് ചോദിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ട് അത് പരിഗണിക്കുന്നത് അതിൽ പറയുന്നത് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അവർക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങൾ അതിലുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്കിതിൽ സിവിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഡിപ്ലോമ അതുപോലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആൻഡ് ജനറൽ സ്ട്രീമിലുള്ള അപ്രൻറ്റീഷിപ്പിൻ്റെ വേക്കൻസിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് ഈ BE or BTech കഴിഞ്ഞവർക്ക് 10 വേക്കൻസിയാണുള്ളത്. അപ്പോൾ അത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഏതൊക്കെ റെലവൻറ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് നമ്മൾ വീഡിയോയുടെ അവസാനം കാണിക്കട്ടോ, സ്കിപ്പ് ചെയ്ത് പോകണ്ട. അല്ലെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, സ്കിപ്പ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ കമൻറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പിലേക്ക് വിളിച്ചത് 5 വേക്കൻസിയാണ്. ലിമിറ്റഡ് വേക്കൻസി ആയിരിക്കും. നമുക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, കാരണം നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കോൾ ലെറ്റർ വരും അല്ലെങ്കിൽ മെയിൽ വരും. ആ സമയത്ത് നിങ്ങൾ പോയാൽ മതി. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ ഫീസും നമ്മൾ കൊടുക്കണ്ട.
അപ്പോൾ ഇതിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 5 വേക്കൻസി. ഇനി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ BR BTech കഴിഞ്ഞവർക്ക് 5 വേക്കൻസി, ഡിപ്ലോമ കഴിഞ്ഞവർക്കും 5 വേക്കൻസി. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BR BTech കഴിഞ്ഞവർക്ക് 25 വേക്കൻസി, ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 10 വേക്കൻസി. ഇനി അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ BR BTech കഴിഞ്ഞവർക്ക് 10 വേക്കൻസി, ദെൻ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ ഇതിൽ യാതൊരു വേക്കൻസി ഇല്ല കേട്ടോ. അവർക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ വേക്കൻസി ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ BR BTech കഴിഞ്ഞവർക്ക് 60 വേക്കൻസി ഉണ്ട്, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 10 വേക്കൻസി. ഇനി ഷിപ്പ് ബിൽഡിംഗ് ടെക്നോളജി ഓർ എഞ്ചിനീയറിംഗ് ഓർ നേവൽ ആർക്കിടെക്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് 10 വേക്കൻസി BR BTech കഴിഞ്ഞവർക്കുണ്ട്, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വേക്കൻസി ഇല്ല. ഓക്കെ, അപ്പോൾ എത്രയാണ് ഡിപ്ലോമ അതുപോലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ്. ഇനി ബാക്കി വരുന്ന 50 വേക്കൻസി ആർക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന BCom കഴിഞ്ഞവർക്ക്, അതുപോലെ തന്നെ BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ BA ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്, ദെൻ അതോടൊപ്പം തന്നെ ബാച്ചിലർ ഓഫ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിരുദം നിങ്ങൾക്കുണ്ടെങ്കിൽ 50 വേക്കൻസി നിങ്ങൾക്കുണ്ട്, തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിനാകെ മൊത്തം 170 വേക്കൻസിയാണ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിൽ. ദെൻ ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ 30 വേക്കൻസിയാണുള്ളത് ടോട്ടൽ. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ നമുക്ക് വേക്കൻസി ഉണ്ടാവില്ല കേട്ടോ, അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ഇവിടെ ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 18 to 27 ആണ് ഏജ് കണക്കാക്കുന്നത്. ഏജ് റിലാക്സേഷൻ ഞാൻ പറയാം. മിനിമം ഏജ് 18, മാക്സിമം 27. ഏജ് കണക്കാക്കുന്ന തീയതി എന്ന് പറയുന്നത് 1/1/2024 ഈ 1/1/2024 നിങ്ങൾക്ക് 18-ന്റെയും 27-ന്റെയും ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഈ നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണെങ്കിൽ ജനറൽ സ്ട്രീം ആണെങ്കിൽ നിങ്ങൾക്ക് 9,000 രൂപയാണ് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. അപ്പോൾ ഇതൊരു സാലറി അല്ല, തീർച്ചയായിട്ടും ഇത് സ്റ്റൈപ്പൻഡാണ്. കാരണം നമുക്ക് ഇതൊരു ശരിക്കും ഒരു ട്രെയിനിങ് ആണ്. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് നല്ല ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനുള്ള അവസരമാണ് ഗവൺമെൻറ് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മുതലെടുക്കുക എന്നുള്ളതാണ്. സ്റ്റൈപ്പൻഡ് നമ്മൾ നോക്കേണ്ട, ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് പോകാനുള്ള ആ ഒരു ചിലവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 year ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഡിപ്ലോമ കഴിഞ്ഞാണെങ്കിൽ മന്ത്ലി സ്റ്റൈപ്പൻഡായിട്ട് 8,000 ആണ് ലഭിക്കുക, 8,000 ആണ് ലഭിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഏജ് റിലാക്സേഷൻ ഞാൻ പറഞ്ഞു. ഇപ്പോൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഈ പോസ്റ്റുകളിലേക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസർവേഷൻ വൈസ് വേക്കൻസി ഡിപ്ലോമ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അതിൻ്റെയൊക്കെ റിസർവേഷൻ വൈസ് വേക്കൻസിയുടെ കൊടുത്തിട്ടുണ്ട്. SC ST OBC ജനറൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ടേബിൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര വേക്കൻസി ഉണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര വേക്കൻസി ഉണ്ട് നോക്കാവുന്നതാണ്. ഇനി ഇവിടെ ഏജ് നാഷണാലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏജ് റിലാക്സേഷനൊക്കെ SC ST ആണെങ്കിൽ 5 വർഷം, OBCക്ക് 3 വർഷം, ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇവിടെ ജനറൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിൻ്റെ ആ ഒരു എലിജിബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങൾ ജസ്റ്റ് BBA അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ വർക്ക് അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റിലൊക്കെ ഡിഗ്രി ബിരുദം കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചതാണ്. ഇതാണ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതാ റിലവൻറ്റ് ബ്രാഞ്ചസ്. ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ അതുപോലെ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സിവിൽ എഞ്ചിനീയറിംഗ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി, ദെൻ ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ്. പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്. പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ ആണെങ്കിൽ ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് കാണാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ CAD, ദെൻ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ, ദെൻ മെക്കാനിക്കൽ ഇൻഡസ്ട്രി ഇൻ്റഗ്രേഷൻ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാതെല്ലാം ഞാൻ വായിച്ചു കൊടുത്ത സമയം കളയുന്നില്ല. നിങ്ങൾ നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസിപ്ലിനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഷിപ്പ് ബിൽഡിംഗ് ആണെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ട്, ദെൻ നേവൽ ആർക്കിടെക്ട് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്. പറഞ്ഞിരിക്കുക ഏതെങ്കിലും ഒന്ന് കേട്ടോ, എല്ലാം നിങ്ങൾ പഠിക്കുന്നതല്ല, ഏതെങ്കിലും ഒന്ന് മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിന് അടുത്ത ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് വീഡിയോയുടെ തുടക്കത്തിൽ. ജസ്റ്റ് ഇതിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് സിവിലിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഡിപ്ലോമ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കലിലേക്ക് അപ്ലൈ ചെയ്യാം. അതാണ് നിങ്ങൾ ഇതിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങളത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും കയറി പാഞ്ഞ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് അപ്രൻറ്റിഷിപ്പിൻ്റെ പ്രത്യേകത. നമ്മൾ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ജീവിതത്തിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന ഡിപ്ലോമ കഴിഞ്ഞവരെയും അതുപോലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് കഴിഞ്ഞവരെയും അതുപോലെ നമുക്ക് ജനറൽ സ്ട്രീമിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരെയൊക്കെയാണ് അതിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് കാറ്റഗറി ഉള്ളവരാണെങ്കിലും അവർക്ക് പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. കാരണം ഈ പറയുന്ന ഡേറ്റ് ഉണ്ടല്ലോ, ഏപ്രിൽ 1, 2019, അതായത് 1 ഏപ്രിൽ 2019 എന്ന് പറയുന്ന ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡേറ്റിലോ ഇതിന് ശേഷമോ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വേഗം കയറി നമുക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ പറ്റില്ല. നിശ്ചിത ടൈമിൻ്റെ ഉള്ളിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഏപ്രിൽ 1, 2019 എന്ന് പറയുന്ന ഈ ഡേറ്റിലോ ഇതിന് ശേഷമോ നമ്മൾ എപ്പോഴെങ്കിലും, അതായത് 2020, 2021, 2022, 2023 എവിടെ നിങ്ങൾക്ക് ഏത് ഡേറ്റിലോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഈ പറഞ്ഞ ഡിപ്ലോമയോ ബിരുദമോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ 2018, 2017, 2016 ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ ഒരിക്കലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഏപ്രിൽ 1, 2019 എന്ന് പറയുന്ന ഡേറ്റ് ഉൾപ്പെടെ ഈ ഡേറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2019 ഏതെങ്കിലും ഡേറ്റിലോ അല്ലെങ്കിൽ 2020 ഏതെങ്കിലും ഡേറ്റിലോ അല്ലെങ്കിൽ 2021 ഏതെങ്കിലും മന്തിലോ അല്ലെങ്കിൽ 2023 ഏതെങ്കിലും മന്തിലൊക്കെ നിങ്ങൾക്ക് എന്താണ് പാസ് ചെയ്യുക ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ 2019 മാർച്ച്, ഫെബ്രുവരി, ജനുവരി ഇതിലൊന്നും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 2019 തന്നെ ഈ പറയുന്ന ഏപ്രിൽ മുതലാണ് എലിജിബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് എലിജിബിൾ അല്ല. ഇനി 2018 ഇതിൽ എലിജിബിൾ അല്ല, 17 എലിജിബിൾ അല്ല, 16 എലിജിബിൾ അല്ല, അങ്ങോട്ടൊന്നും എലിജിബിൾ അല്ല. പ്രത്യേകം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, 2019 ഈ പറയുന്ന ഡേറ്റിന് ശേഷം, ആ ഡേറ്റിന് ശേഷമോ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അപ്രൻറ്റീഷിപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരാൾക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്നിൽ കൂടുതൽ അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മുൻപ് എപ്പോഴെങ്കിലും ചെയ്ത് കഴിഞ്ഞവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾ എലിജിബിൾ അല്ല. ഓക്കെ, ഒരു അപ്രൻറ്റീഷിപ്പേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അപ്ലിക്കേഷൻ പ്രൊസീജിയറാണ്. നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്കാൻഡ് സിഗ്നേച്ചറും പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ആവശ്യമുള്ള റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികളായിരിക്കും അവർ ആദ്യം വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡിപ്ലോമയിലോ ഡിഗ്രിയിലൊക്കെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്ക് ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂവിനും നമുക്ക് എന്ത് ചെയ്യും, മെയിൽ വഴി നമ്മളെ അറിയിക്കും. ഇല്ലെങ്കിൽ ഇവരുടെ MDLൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഇടാവുന്നതാണ്. ഓക്കെ, അപ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായുള്ള ബെനിഫിറ്റ് കാര്യങ്ങളുണ്ടായിരിക്കും. അവർ കമൻ്റൊക്കെ ആയിട്ട് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ ഒക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം സെപ്പറേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ഇടും. ഓക്കെ, അപ്പോൾ 1000 ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമായുള്ള ഇപ്പോൾ ഒരു 200 300 ഉദ്യോഗാർത്ഥികൾ ഉൾക്കൊള്ളിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഷോർട്ട് ലിസ്റ്റ് ഇടും. ആ ഷോർട്ട് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. എക്സാം ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇൻ്റർവ്യൂ മാത്രം ഉണ്ടായിരിക്കുക. അതിൻ്റെ വെയിറ്റേജ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ, അതായത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ മാർക്കും അതോടൊപ്പം ഇൻ്റർവ്യൂവിന് ഒരു 20% ഇതാണ് വെയിറ്റേജ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ മാർക്ക് 80% കണക്കാക്കുന്നത്. മീൻസ് അതിൻ്റെ വെയിറ്റേജ്. അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 100%ൽ 80% വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ മാർക്കിനാണ്. ഓക്കെ, ബാക്കി 20% നമ്മുടെ ഇൻ്റർവ്യൂ വെച്ചിട്ട് ഇതാക്കും. അങ്ങനെ 100%. ആ 100%ൽ എത്ര ശതമാനം നമ്മൾ നേടി എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മളെ സെലക്ട് ചെയ്യുക. ഓക്കെ, വേറെ യാതൊരുവിധ സെലക്ഷൻ മെത്തേഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇൻ്റർവ്യൂ, ഒരു ചെറിയ രീതിയിലൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ് കിട്ടാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മളെ ഇമെയിൽ വഴി നമ്മളെ അറിയിക്കുന്നതാണ്. പിന്നെ ഇവിടെ കമ്പനിയുടെ വെബ്സൈറ്റിലും അത് അറിയിക്കുന്നതാണ്, നമ്മളെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് December 22 മുതൽ. നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് January 11 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ, അതായത് റിജക്റ്റ് ചെയ്ത അപ്ലിക്കേഷനും വാലിഡ് ആയിട്ടുള്ള അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ്റെ ആ ലിസ്റ്റ് നമ്മളുടെ വാലിഡ് ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 16/1/2024 ഇവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇനി അതോടൊപ്പം തന്നെ എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ
ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് 22/1/2024 ഏകദേശം ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ജനുവരി 30 കേട്ടോ. ജനുവരി 30 2024 ജനുവരി 30 ഇൻ്റർവ്യൂ. ഏകദേശം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റ് മാറും. അപ്പോൾ ഈ ഡേറ്റുകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരാം. നിങ്ങൾ കാണാം മസഗൺ ഡോക്ക് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൺലൈൻ പോർട്ടൽ ഫോർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലെഫ്റ്റ് സൈഡ് ലോഗിൻ പേജാണ്. ഓൾറെഡി നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇങ്ങനെയാണ് വരിക. യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ കാണാം. റൈറ്റ് സൈഡ് ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള സെലക്ട് ചെയ്യാം. നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മിഡിൽ നെയിം ഇതൊക്കെ കൊടുക്കുക. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം പ്രൈമറി ഇമെയിൽ കൊടുക്കുക. ദെൻ ഒരു സെക്കൻഡറി ഇമെയിൽ ഐ ഡിയും കൂടെ കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം മൊബൈൽ നമ്പർ, ദെൻ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ വേറെ നമ്പർ ഉണ്ടാകും കൊടുക്കുക. ദെൻ ഫിസിക്കലി ഡിസേബിൾഡ് ആയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾ യെസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക. ദെൻ വെരിഫിക്കേഷൻ കോഡ് അടിക്കുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മെയിലിലേക്ക് എന്ത് ചെയ്യും, ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. ആ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് പാസ്വേഡും യൂസർ നെയിം ഒക്കെ സെറ്റ് ചെയ്യണ്ടാവും. ഓക്കെ, നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ നമ്മളുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു 4 മാസം മുൻപ് മസഗോണിൽ. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോസ് നമ്മുടെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ സെർച്ചിൽ മസഗോൺ ഡോഗ് ബിൽഡേഴ്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാനിടാം. ഇനി അതല്ല, ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ പേര് ഏകദേശം ഒരു 10-50 കമൻറ്റൊക്കെ നമ്മൾ വരികയാണെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഫുള്ള് നമ്മൾ ആ ഒരു പ്രിവ്യൂ ഓപ്ഷൻ വരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ കൂടുതൽ എന്ത് വേണം കമൻറ്റ് വരികയാണെങ്കിൽ ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ കേട്ടോ. കൂടുതൽ അങ്ങോട്ട് ഡിലേ ആയാലും നമ്മൾ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. വെറുതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കഫേയിൽ പോലെ അവിടെ ചെയ്തു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതായത് ഇങ്ങനെ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് പോയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടാൽ കിട്ടും നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. അപ്പോൾ ഇത് മാക്സിമം എൻ്റെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.